ഇനി കാണാം ഇൻഫോടോക്ക്. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പുതിയതായി വന്നവർക്കും ഇനി ഫ്ലാഷ് ബാക്ക് കാണാം. ഒരു കിടിലൻ ഫീച്ചർ കൂടി വാട്സ്ആപ്പിൽ എത്തിയിരിക്കുന്നു. വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നമ്മളെല്ലാവരും സ്ഥിരമായി നേരിടുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. പുതിയൊരു ഗ്രൂപ്പിൽ അംഗമാകുമ്പോൾ അതിനു മുൻപ് അവിടെ നടന്ന സംഭാഷണങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. വെറും ശൂന്യമായ ഒരു സ്ക്രീൻ മാത്രമാകും മുന്നിലുണ്ടാവുക. ഇത് പലപ്പോഴും വലിയ ആശയക്കുഴപ്പങ്ങൾക്കും കാരണമാകാറുണ്ട്. ഓഫീസ് ഗ്രൂപ്പുകളിലോ കോളേജ് ഗ്രൂപ്പുകളിലോ പുതുതായി ഒരാൾ ചേരുമ്പോൾ അതുവരെയുള്ള കാര്യങ്ങൾ അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പഴയ മെസ്സേജുകൾ തിരഞ്ഞു പിടിച്ച് ഫോർവേഡ് ചെയ്യുക എന്നത് വലിയൊരു തലവേദനയായിരുന്നു. എന്നാൽ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി വാട്സ്ആപ്പ് ഇപ്പോൾ ഒരു കിടിലൻ ഫീച്ചർ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഈ പുതിയ ഫീച്ചർ വഴി ഒരു ഗ്രൂപ്പിൽ പുതുതായി ഒരാൾ ചേരുമ്പോൾ ഗ്രൂപ്പ് അഡ്മിനോ മറ്റംഗങ്ങൾക്കോ പഴയ മെസ്സേജുകൾ ആ വ്യക്തിയുമായി പങ്കുവയ്ക്കാൻ സാധിക്കും. ഇതിലൂടെ ഗ്രൂപ്പിൽ നടക്കുന്ന ചർച്ചകൾ എന്താണെന്ന് പുതിയ ആൾക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഈ ഫീച്ചറിന്റെ പേര് ഗ്രൂപ്പ് ചാറ്റ് ഹിസ്റ്ററി ഷെയറിംഗ് എന്നാണ്. ഗ്രൂപ്പിൽ പുതുതായി ഒരാൾ ചേരുമ്പോൾ പഴയ ചാറ്റുകൾ ഷെയർ ചെയ്യാനായി സ്ക്രീനിൽ ഒരു പ്രോംപ്റ്റ് തെളിയും. ഇതുവഴി ഏകദേശം 25 മുതൽ 100 പഴയ മെസ്സേജുകൾ വരെ പുതിയ അംഗവുമായി പങ്കുവയ്ക്കാം. എത്ര മെസ്സേജുകൾ വേണമെന്നത് നമുക്ക് തിരഞ്ഞെടുക്കാം. ഇത് ഓട്ടോമാറ്റിക് അല്ല. പഴയ മെസ്സേജുകൾ തനിയെ ഷെയർ ആക്കില്ല. അഡ്മിനോ മറ്റ് ഗ്രൂപ്പ് അംഗങ്ങളോ അനുവദിച്ചാൽ മാത്രമേ ഇത് സാധിക്കൂ. പഴയ ചാറ്റുകൾ പങ്കുവയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അഡ്മിന് ഈ സൗകര്യം ഓഫ് ചെയ്തു വെക്കാം. പഴയ മെസ്സേജുകൾ ഷെയർ ചെയ്യുന്നത് കൊണ്ട് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് പേടിക്കേണ്ട. വാട്സ്ആപ്പ് ഇതിനും എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ സുരക്ഷ നൽകുന്നുണ്ട്. അതായത് ഗ്രൂപ്പിലുള്ളവർക്ക് മാത്രമേ ആ സന്ദേശങ്ങൾ വായിക്കാൻ കഴിയൂ. വാട്സ്ആപ്പിനോ മറ്റു മൂന്നാം കക്ഷികൾക്കോ ഇത് വായിക്കാനാകില്ല. പഴയ ചാറ്റുകൾ ഷെയർ ചെയ്യുമ്പോൾ ഗ്രൂപ്പിലെ എല്ലാവർക്കും ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇങ്ങനെ പങ്കുവയ്ക്കുന്ന മെസ്സേജുകൾക്ക് ആരാണ് അയച്ചതെന്ന വിവരവും ഒരു ടൈം സ്റ്റാമ്പും ഉണ്ടാകും. ഈ കിടിലൻ ഫീച്ചർ iOS, ആൻഡ്രോയിഡ് ഉപയോക്താക്കൾക്ക് ലോകമെമ്പാടും ഇപ്പോൾ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിലും ഈ അപ്ഡേറ്റ് ഘട്ടം ഘട്ടമായി ലഭിക്കും. ജോലിസ്ഥലത്തും സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും ഗ്രൂപ്പുകളിലും സമയം ലാഭിക്കാൻ സഹായിക്കുന്ന ഈ ഫീച്ചർ ലഭിക്കാൻ നിങ്ങളുടെ ഫോണിലെ ആപ്പ് സ്റ്റോറോ പ്ലേ സ്റ്റോറോ തുറന്ന് വാട്സ്ആപ്പ് ഏറ്റവും പുതിയ പതിപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക.